ഹായ്, ഡോപ്ലർ ഷിഫ്റ്റ് എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് ഡോപ്ലർ ഷിഫ്റ്റ്? ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി റിസീവറിന്റെ മൂവ്മെന്റ് കാരണം സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഡോപ്ലർ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഡോപ്ലർ സ്പ്രെഡ്. ഡോപ്ലർ ഷിഫ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ഒരു സിഗ്നൽ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ? എന്നാൽ റിയൽ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ഇതല്ല സിറ്റുവേഷൻ. അവിടെ മൾട്ടി പാത്ത് പ്രൊപ്പഗേഷൻ ഒക്കോർ ചെയ്യുന്നു. അതായത് ഒരു സിഗ്നലിന്റെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ആണ് അന്തിമമായി റിസീവറായ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ഒരു സിഗ്നൽ തന്നെ ബിൽഡിങ്സ്, വെഹിക്കിൾസ്, ട്രീസ്, ഇലക്ട്രിക് പോസ്റ്റുകൾ തുടങ്ങിയ ഒബ്സ്റ്റക്കിൾസിൽ ടച്ച് ചെയ്ത് റിഫ്ലക്ട് ചെയ്തിട്ട് ഫൈനലി റിസീവറായ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ഓരോ സിഗ്നൽ കോപ്പിക്കും ഓരോ ഡോപ്ലർ ഷിഫ്റ്റ് ആയിരിക്കും. അതായത് ഓരോ സിഗ്നൽ കോപ്പിയും റിസീവറായ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരുമ്പോൾ റിസീവറായ നിങ്ങളുടെ മൂവ്മെന്റ് കാരണം ഓരോ സിഗ്നൽ കോപ്പിയുടെയും ഫ്രീക്വൻസി സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യപ്പെടുന്നു. അതായത് അവിടെ ഒരു സ്പ്രെഡ് ഇൻ ഫ്രീക്വൻസിയാണ് ഒക്കോർ ചെയ്യുന്നത്. ഈ സ്പ്രെഡ് ഇൻ ഫ്രീക്വൻസിയാണ് നമ്മൾ ഡോപ്ലർ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഓരോ സിഗ്നൽ കോപ്പിയും റിസീവറായ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു സിഗ്നൽ കോപ്പിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 900 മെഗാഹെർട്സ് ആയിരിക്കും. മറ്റൊരു സിഗ്നൽ കോപ്പിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 900.001 മെഗാഹെർട്സ് ആയിരിക്കും. അടുത്ത സിഗ്നൽ കോപ്പിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 900.002 മെഗാഹെർട്സ് ആയിരിക്കും. അടുത്ത സിഗ്നൽ കോപ്പിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 899.998 മെഗാഹെർട്സ് ആയിരിക്കും. ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അതായത് ഓരോ സിഗ്നൽ കോപ്പിക്കും ഓരോ ഫ്രീക്വൻസി ആയിരിക്കും. ഈ ഫ്രീക്വൻസീസ് ഒക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഈ സ്പ്രെഡ് ഇൻ ഫ്രീക്വൻസിയാണ് നമ്മൾ ഡോപ്ലർ സ്പ്രെഡ് എന്ന് വിളിക്കുന്നതും. മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.